ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫോമ കിച്ചൺ. ഇന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉണക്കൽ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കടയിലത്തെ ഇപ്പോൾ നമ്മൾ കഴുകുന്നുണ്ടോ ഒന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാത്രം എടുത്ത് അതിലേക്ക് ഉണക്കലിട്ട് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം 2-3 പ്രാവശ്യം നല്ലവണ്ണം കഴുകിയെടുക്കുക, നല്ല വൃത്തിയിൽ. എന്നിട്ട് ഇതുപോലത്തെ ഒരു അരിപ്പയിലേക്ക് അത് ഊറ്റി വെക്കുക. ഊറ്റി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് വെള്ളം മുറാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെക്കണം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇതിങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബക്കറ്റോ എന്തെങ്കിലും, പ്ലാസ്റ്റിക്കോ സ്റ്റീലോ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കുക. അടിയിൽ ലേശം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ലേശം ഉണക്കൽ ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഉണക്കലിട്ട് കൊടുക്കുക. സ്റ്റീലിൻ്റെ പാത്രമോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമോ പാടുള്ളൂ. അലൂമിനിയത്തിൻ്റെ പാത്രം ഒരിക്കലും എടുക്കരുത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ ഉപ്പ് കുടഞ്ഞു കൊടുക്കുക. ഉപ്പ് കവർ ചെയ്ത് നിൽക്കണം. ഉപ്പ് കവർ ചെയ്ത് നിന്നില്ലെങ്കിൽ പുഴു വരും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഉണക്കൽ വീണ്ടും ഇട്ട് കൊടുക്കുക. ഈ ഉപ്പ് കവർ ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഉണക്കലിടാൻ പാടുള്ളൂ. അട്ടിക്ക് ഇടരുത്. ഇതിന് കല്ലുപ്പാട്ടോ ഉപയോഗിക്കേണ്ടത്. കല്ലുപ്പ് ആണ് ബെസ്റ്റ്. പൊടിപ്പ് ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബെസ്റ്റ് കല്ലുപ്പാണ്. അങ്ങനെ നമ്മൾ ഉണക്കലൊക്കെ ഇപ്പിട്ട് ഇവിടെ ഞാൻ കഴുകുമ്പോൾ ലേശം എടുത്തുള്ളൂ. ബാക്കി ഞാൻ വീഡിയോയിൽ കാണിക്കാനായിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് മൂടുക, അല്ലെങ്കിൽ ഒരു മൂടി കൊണ്ട് മൂടി വെക്കുക. അല്ലാണ്ട് ടൈറ്റ് ആക്കിയിട്ട് ഒരിക്കലും മൂടരുത്. ഇതിന് എയർ പാസ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ കത്തി കൊണ്ട് 3-4 ഹോൾസ് ഇട്ട് കൊടുക്കണം. വലിയ ഹോൾസ് അല്ല, ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസുകളാക്കിയിട്ട് കൊടുക്കുക. എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കത്തി കൊണ്ടോ പപ്പടക്കോലോ. എന്നിട്ട് ഇത് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് അടി മുകളിലോട്ടാക്കി മറിച്ചിട്ട് കൊടുക്കണം. ഒന്ന് ബക്കറ്റ് കൊണ്ട് ഇങ്ങനെ തട്ടി കുലുക്കിയിട്ട് മറിച്ചിട്ടാൽ മതി. എന്നിട്ട് ഇത് ഒരു 12 മണിക്കൂർ ഇതുപോലെ തന്നെ വെക്കണം. ഒരു ദിവസമാണ് നമ്മൾ ഉപ്പിലിട്ട് വെക്കേണ്ടത്. ഇത് കണ്ട് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ട് ഞാൻ തുറന്നതാണിത്. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു ഓട്ടപാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ ബക്കറ്റിൽ നിന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലെന്തായാലും വെള്ളം ഉണ്ടാവും, ഉപ്പിൻ്റെ വെള്ളമാണിത്. ഇനി നമുക്കിതൊന്ന് വെയിലത്തിടണം. ഒരൊറ്റ ദിവസം വെയിൽ കൊണ്ടാൽ മതി. ഫുള്ള് വെയിലുണ്ടെങ്കിൽ ഒറ്റ ദിവസം മതി. എന്നിട്ട് ഇതുപോലത്തെ ട്രേയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ ആക്കിയിട്ട് വെയിലത്ത് വെച്ച് നമുക്ക് ചിക്കിയിട്ട് ഉണക്കിയിട്ട് എടുക്കണം. ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നല്ല ഉണക്കൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഉണക്കലാണ്, നല്ല വൃത്തിയുള്ള ഉണക്കൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി കടയിൽ നിന്നൊന്നും വൃത്തിയില്ലാത്ത ഉണക്കലൊന്നും വാങ്ങണ്ട. അത് എവിടെ വെച്ചിട്ട് ഉണക്കുന്ന ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ ഉണക്കൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഞാൻ വെയിലത്ത് വെച്ചതാണ്.
ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി അടി മേലെയും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അടിഭാഗവും ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഉണക്കൽ ഇവിടെ റെഡിയായി, നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ട്രേയിലേക്ക് ഒന്നായിട്ട് എടുത്തിട്ടിട്ട് നമുക്കിത് കവറിലോ കുപ്പിയിലോ എങ്ങനെയാണ് നമുക്ക് സൂക്ഷിക്കാൻ എളുപ്പം വെച്ചാൽ ഫ്രിഡ്ജ് സൂക്ഷിക്കുമ്പോൾ കവറിലാക്കിയിട്ടോ കുപ്പിയിലാക്കിയിട്ടോ നല്ല ഇതിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഒന്നായിട്ട് നല്ല സ്മെല്ല് വരും. കുപ്പിയിൽ ഇട്ട് വെച്ചാലും മതി, അല്ലെങ്കിൽ കവറ് ഇതുപോലെ മെഴുകുതിരി കൊണ്ടോ മെഷീൻ കൊണ്ടോ ഒട്ടിച്ചിട്ട് വെക്കുന്നതാണ് നല്ലത്. നല്ല ഉണക്കലാണ്. ഞാനിതുപോലെ കവറിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ കവറിലിട്ടിട്ട് ഓരോ ദിവസത്തേക്കുള്ള കണക്കാക്കിയിട്ട് ഒരു കവറിലിട്ടിട്ട് ഇങ്ങനെ വെച്ചാൽ നമുക്ക് എടുക്കാൻ എളുപ്പവുമാണ്. എന്നിട്ട് പാക്ക് ചെയ്ത് വെച്ചാൽ ഓരോ ദിവസം ഓരോ പാക്ക് എടുത്താൽ മതി ആവശ്യം ഉണ്ടാകുമ്പോൾ. ഇതുപോലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മെഴുകുതിരി ഉപയോഗിച്ച് ഒട്ടിച്ചാലും മതി. ഞാനിവിടെ എൻ്റെ മെഷീൻ ഉള്ളതുകൊണ്ട് മെഷീനിൽ ഒട്ടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം. താങ്ക് യു.